വിഭജനത്തിന് പിന്നാലെ കാശ്മീരിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളാണ് പിൽക്കാലത്ത് ഇന്ത്യ പാക് ബന്ധങ്ങളെ നിർണയിച്ചത്. ഇന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ചയുടെ പ്രധാന കാരണം കാശ്മീരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ പേരിൽ 3 യുദ്ധങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയത്. 3ലും പരാജയം സംഭവിച്ചിട്ടും ഇന്ത്യയോടുള്ള വൈര്യം മറക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന യുദ്ധമാണ് കാർഗിലിലേത്. 1999 മെയ് മുതൽ ജൂലൈ വരെ 3 മാസത്തോളം നീണ്ട സായുധ സംഘർഷം ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മേധാവിത്വ ശക്തിയായി ഉയർന്നു വരുന്നതിന് കൂടി കാരണമായി. അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഇക്കാലത്ത് ഇന്ത്യക്ക് മേൽക്കൈ നൽകുകയും ചെയ്തു. ലോകത്ത് ആണവായുധ ശേഷിയുള്ള 2 രാജ്യങ്ങൾ ആദ്യമായി സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടിയ സംഭവമാണ് കാർഗിലിൽ നടന്നത്. പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ശ്രമങ്ങൾ നടക്കവേ അതിന് തുരങ്കം വയ്ക്കുകയായിരുന്നു പാക് സൈനിക നേതൃത്വം. അതെ, നമ്മൾ ഇന്ന് പറയുന്നത് കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. കാർഗിൽ യുദ്ധത്തിന് പിന്നിലെ കാരണങ്ങളിൽ പ്രധാനം കശ്മീർ ആയിരുന്നു എങ്കിൽ കൂടിയും അതിന് 1971 ഇന്ത്യ പാക് യുദ്ധവും ഇന്ത്യയുടെ ആണവ പരീക്ഷണവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. 1971 യുദ്ധ പരാജയം മുറിപ്പാടായിട്ട് പാകിസ്ഥാന്റെ മനസ്സിൽ കിടക്കുന്ന സമയത്താണ് ഇന്ത്യ 1974 ആണവ പരീക്ഷണം നടത്തുന്നത്. ഇതോടെ യുദ്ധം മൂലം തകർന്ന സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതിനിടെ പാകിസ്ഥാനും ആണവായുധം സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. കാര്യങ്ങളൊന്നും അത്ര ഊഷ്മളമായിരുന്നില്ല എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരു തുടർക്കഥയായി തന്നെ നിന്നു. എന്നാൽ 1990 മുതൽ ഇന്ത്യ പാക് ബന്ധം വളരെ മോശമാകാൻ തുടങ്ങി. നിയന്ത്രണ രേഖയിൽ കൂടി നുഴഞ്ഞുകയറി വരുന്ന പാക് ഭീകരർ കാശ്മീരിൽ തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ വാരിയെറിയുകയായിരുന്നു. കാശ്മീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി തന്നെ വളർന്നു. സുരക്ഷാ സംഘങ്ങളുമായി ഭീകരർ ഏറ്റുമുട്ടുന്നതിന് പുറമെ താഴ്വരയിലെ യുവാക്കളെ ഇന്ത്യക്കെതിരെ തിരിക്കാനും ഭീകരവാദികൾക്ക് സാധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ സമയത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരത നിലനിന്നത് പാകിസ്ഥാന് അനുകൂല ഘടകവുമായി. ഇതിനിടെ 1998 ആണവ പരീക്ഷണത്തോടു കൂടി ഇന്ത്യ ആണവായുധ ശക്തി ആർജിച്ചു കഴിഞ്ഞുവെന്ന് പാകിസ്ഥാന് മനസ്സിലായി. എന്നാൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ 1999 ഫെബ്രുവരിയിൽ വാഗ അതിർത്തിയിൽ നിന്ന് ലാഹോറിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയത് ചരിത്ര സംഭവമായി. അന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയിയും തമ്മിൽ ആണവ നിയന്ത്രണ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ലാഹോർ ഉടമ്പടിയിലൂടെ കാശ്മീരിലെ വിദേശ ഇടപെടലുകൾ കുറയുമെന്ന് കരുതിയ ഇന്ത്യക്ക് പക്ഷേ തെറ്റി. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർതിരിച്ചെടുക്കാനുള്ള പദ്ധതി പാക് പട്ടാള മേധാവിയായിരുന്ന പർവേസ് മുഷറഫ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള കാർഗിൽ പിടിച്ചെടുത്ത് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഇന്ത്യ തിരിച്ചറിയാതെ പോയി. കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുവാനും അങ്ങനെ ഇന്ത്യൻ പട്ടാളത്തെ സിയാച്ചിനിൽ നിന്ന് പിൻവലിക്കുവാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കുകയായിരുന്നു ലക്ഷ്യം. അതുവഴി ഇന്ത്യയെ കാശ്മീർ പ്രശ്നത്തിൽ ഒത്തുതീർപ്പിന് സമ്മതിപ്പിക്കാമെന്നും മുഷറഫ് കണക്കുകൂട്ടി. അങ്ങനെ ഓപ്പറേഷൻ ബാദർ എന്ന പദ്ധതി തയ്യാറായി. വിഭജനത്തിന് മുമ്പ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന്റെ ഭാഗമായിരുന്നു കാർഗിൽ. 1947 ഒന്നാം കാശ്മീർ യുദ്ധത്തിന്റെ ഫലമായി കാർഗിലിന്റെ ഭൂരിഭാഗവും ഇന്ത്യയുടെ പക്ഷത്തായി മാറി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവശേഷിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ മിലിറ്ററി പോസ്റ്റുകൾ അടക്കം ഇന്ത്യയുടെ കൈക്കലാക്കി. പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ മേൽക്കൈ ഇല്ലാതെയാക്കാനാണ് മുഷറഫ് പദ്ധതി തയ്യാറാക്കിയത്. കാശ്മീരിന്റെ പേരിലുള്ള ഏതൊരു പ്രശ്നവും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ഇടയാകുമെന്ന കണക്ക് കൂട്ടി തന്നെയാണ് മുഷറഫ് ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തിയത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അതികഠിനമായ തണുപ്പ് മൂലം ഇരു രാജ്യങ്ങളും കാർഗിലിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന സിയാച്ചിൻ ഉൾപ്പെടെയുള്ള മിലിറ്ററി പോസ്റ്റുകൾ ശൈത്യകാലത്ത് ഉപേക്ഷിക്കുകയും പിന്നീട് വസന്തകാലത്തോടെ അവയിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു. എന്നാൽ 1999 നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുൻപേ പാക് സൈന്യം സേനാ താവളങ്ങളിൽ തിരിച്ചെത്തി.
മെയ് മാസത്തിന്റെ തുടക്കത്തോടെ ഇന്ത്യൻ സൈനികർ പിന്മാറിയ മിലിറ്ററി പോസ്റ്റുകൾ ആയാസരഹിതമായി അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഭീകരവാദികൾ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ചുള്ള സൈനിക നീക്കമാണ് പാകിസ്ഥാൻ അന്ന് നടത്തിയത്. സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ ട്രൂപ്പുകളും നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രി ബറ്റാലിയനുകളും കാശ്മീർ വിഘടനവാദികൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂലിക്കെടുത്ത പോരാളികൾ എന്നിവരെയൊക്കെ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയത്. ഈ സമയത്ത് ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലുടനീളം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. പീരങ്കി ഉപയോഗിച്ചുള്ള ആക്രമണം കടുത്തപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ സൈന്യം കാർഗിലിലെ നുഴഞ്ഞുകയറ്റം അറിയാതെ പോവുകയായിരുന്നു. മെയ് മാസത്തിൽ ഈ പ്രദേശങ്ങളിൽ ആടുകളെ മേച്ചിരുന്ന ആട്ടിടയന്മാരാണ് ഇവിടെ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തെ അറിയിച്ചത്. തുടർന്ന് മെയ് 5-ന് സൈന്യം ഇവിടേക്ക് നിരീക്ഷണ സംഘത്തെ അയച്ചു. 5 ഇന്ത്യൻ സൈനികർ നുഴഞ്ഞുകയറ്റക്കാരുടെ പിടിയിലാവുകയും കൊല്ലപ്പെടുകയും ചെയ്തതോടെ സ്ഥിതി ഗുരുതരമാണെന്ന് സൈന്യത്തിന് ബോധ്യപ്പെട്ടു. ആദ്യത്തെ സംഘത്തെ പറ്റി വിവരമില്ലാതെ വന്നതോടെ അയച്ച രണ്ടാമത്തെ പട്രോൾ സംഘത്തിലെ ഓഫീസറാണ് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നത്. ഇവർ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ പ്രശ്നത്തിന്റെ ഗൗരവം സൈന്യത്തിന് ബോധ്യപ്പെട്ടു. എന്നാൽ മറ്റു ഭാഗങ്ങളിലെ അധിനിവേശത്തെക്കുറിച്ച് അപ്പോഴും വിവരം ലഭിച്ചിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം പ്രദേശം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു സൈന്യം. ആദ്യമൊക്കെ ഇത് ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റമാണെന്ന് കരുതിയ ഇന്ത്യൻ സൈന്യത്തിന് തെറ്റി. കാർഗിലിലെ ദ്രാസ്, കക്സർ തുടങ്ങിയ മേഖലകളിലും നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ കരസേന ചതിമണത്തു. ഭീകരവാദികളെ തുരത്താൻ സൈന്യം നടപടി തുടങ്ങിയപ്പോഴാണ് ഇതിനെല്ലാം പിന്നിൽ പാക് സൈന്യമാണെന്ന് തിരിച്ചറിയുന്നത്. ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ ഇവരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുത്തു. അങ്ങനെ നിയന്ത്രണ രേഖ മറികടക്കാതെ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടി പ്രഖ്യാപിച്ചു. നിയന്ത്രണ രേഖ മറികടക്കുന്നതിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയാകുമെന്ന് കരുതിയാണ് ഈ രീതി സ്വീകരിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം തടയാൻ വ്യാപകമായ ഷെല്ലിംഗ് ആണ് അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഭൂപ്രകൃതിയുടെ പ്രത്യേകത നിമിത്തം നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായിരുന്നു സാഹചര്യങ്ങൾ അത്രയും. ഇവരെ ഒഴിപ്പിക്കാൻ ചീറിപ്പായുന്ന വെടിയുണ്ടകളെയും പീരങ്കി ഷെല്ലുകളെയും ഒക്കെ അതിജീവിച്ച് ധീരോത്തമമായ പോരാട്ടമാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മെയ് 26 ആയപ്പോഴേക്കും വ്യോമസേനയും സൈനിക ദൗത്യത്തിൽ പങ്കാളികളായി. എന്നാൽ അന്ന് വ്യോമസേനയുടെ പക്കലുള്ള മിഗ് വിമാനങ്ങൾക്ക് കാർഗിൽ പോലെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഫലപ്രദമായിട്ട് ആക്രമണം നടത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിടുകയും ചെയ്തു. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നചികേതയെ യുദ്ധ തടവുകാരനായി പാകിസ്ഥാൻ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതോടെ ഇന്ത്യ ആകെ പ്രതിരോധത്തിലായി. നുഴഞ്ഞുകയറ്റക്കാർ തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിക്കുന്നതിന് പുറമെ മോർട്ടാറുകളും പീരങ്കികളും വിമാനവേദ തോക്കുകളും വരെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയതോടെ പിന്നിൽ പാക് സൈന്യമുണ്ടെന്ന് ഉറപ്പിച്ചു. ഉയരം കൂടിയ പ്രദേശങ്ങളായതുകൊണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ച് ചരക്കുകൾ എത്തിക്കുക എന്നത് ചിന്തിക്കാൻ പോലും അന്ന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ലഡാക്ക് മേഖലയിലേക്ക് ചരക്കെത്തിക്കാൻ ദേശീയപാത ഒന്ന് ഉപയോഗിക്കണം. എന്നാൽ ഈ പാതയാണെങ്കിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണ പരിധിയിലുമാണ്. തന്ത്രപ്രധാനമായ വിതരണ പാത എന്ന നിലയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് അത് തലവേദനയുണ്ടാക്കി. സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കാനാകാതെ ഇന്ത്യ വലഞ്ഞു വന്ന് തിരിച്ചടി ഭയന്ന് നിൽക്കവേ മിഗ് വിമാനങ്ങളെ പിൻവലിച്ച ഇസ്രയേൽ നിർദ്ദേശപ്രകാരം ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിക്കുകയും ഇസ്രയേൽ സഹായത്തോടെ സ്വന്തമാക്കിയ ലേസർ ഗൈഡഡ് ബോംബുകൾ വ്യോമസേന പ്രയോഗിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ഭീകരവാദി കേന്ദ്രങ്ങളുടെ കൃത്യമായ പൊസിഷനുകൾ വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകി ഇസ്രയേൽ ഇന്ത്യയെ കൂടുതൽ സഹായിച്ചു. പിന്നാലെ ഉയരമുള്ള കാർഗിലിലെ മലനിരകളിലേക്ക് ഇന്ത്യ പീരങ്കി ആക്രമണം തുടങ്ങി. 1999 ജൂൺ 6-ന് സൈന്യം കാർഗിലിൽ രൂക്ഷമായ പ്രത്യാക്രമണം തുടങ്ങി. 4 ദിവസം കൊണ്ട് തന്ത്രപ്രധാനമായ പതാലിക് സെക്ടറിലെ 2 കേന്ദ്രങ്ങൾ സേന തിരികെ പിടിച്ചു. ഇതിനിടെ ജൂൺ 11-ന് സൈന്യം ദ്രാസിലെ ടോലോലിംഗ് കുന്നുകൾ പാകിസ്ഥാനിൽ നിന്ന് തിരികെ പിടിച്ചു. അടുത്തത് ടൈഗർ ഹിൽ തിരികെ പിടിക്കലായിരുന്നു. ഈ മലമുകളിൽ നിന്ന് ദേശീയപാത ആക്രമിക്കാൻ എളുപ്പമായിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കം വിജയിക്കാൻ ഈ സ്ഥലം പിടിച്ചെടുക്കുക എന്നത് തന്ത്രപ്രധാനവുമായിരുന്നു. അതിരൂക്ഷമായ പോരാട്ടമാണ് ഇവിടെ നടന്നത്. 18ാം ഗ്രനേഡിയറിനായിരുന്നു ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയത്. അതിലെ ഗ്രനേഡിയർ ആയിരുന്ന യോഗേന്ദ്ര സിംഗ് യാദവ് കയർ ഉപയോഗിച്ച് മല കയറിയാണ് പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകൾ പിടിച്ചെടുത്തത്. മാരകമായി മുറിവേറ്റിട്ടും യുദ്ധസമയത്ത് കാണിച്ച ധീരതയ്ക്ക് അദ്ദേഹത്തിന് പിന്നീട് പരംവീര ചക്ര ലഭിച്ചു. ഇതുപോലെ പാക് പട്ടാളം കയ്യേറിയ
പോയിന്റ് 5140 തിരികെ പിടിക്കാൻ നടത്തിയ പോരാട്ടവും സമാനതകളില്ലാത്തതായിരുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ സംഘമാണ് ഈ സ്ഥലം തിരികെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടത്. പോരാട്ടത്തിൽ മാരകമായി മുറിവേറ്റിട്ടും പതറാതെ അദ്ദേഹം സേനയെ മുന്നിൽ നിന്ന് നയിച്ചു. യുദ്ധഭൂമിയിലെ അസാമാന്യ ധൈര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ സൈനികർ പിന്നീട് ഷേർഷാ എന്ന് ബഹുമാനത്തോടെ വിളിച്ചു. പോയിന്റ് 5140 തിരികെ പിടിച്ചതോടെ തുടർച്ചയായ വിജയങ്ങൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേടി. എന്നാൽ പോയിന്റ് 4875 തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ശത്രുക്കളുടെ വെടിയേറ്റ് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു. പാക് സൈന്യത്തെ ഭയപ്പെടുത്തി വീരസ്വർഗം പുൽകിയ ഷേർഷാ എന്ന വിക്രം ബത്രയ്ക്ക് അന്ന് പ്രായം വെറും 24 ആയിരുന്നു. ഒന്നുകിൽ ഞാൻ ത്രിവർണ പതാക ഉയർത്തിയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് പുതച്ച് തിരികെ വരും. ഇതായിരുന്നു ബത്ര പോരാട്ടത്തിനിടയിൽ സൈനികർക്ക് ആത്മവീര്യം നൽകാനായി പറഞ്ഞിരുന്നത്. ധീര സൈനികർക്ക് മരണാനന്തര ബഹുമതിയായ രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ചു. തന്ത്രപ്രധാനമായ ദേശീയപാത 1 സുരക്ഷ ഉറപ്പുവരുത്താനായതോടെ പിന്നീട് നീക്കങ്ങൾ വളരെ വേഗം മുന്നോട്ടു പോയി. കൂടുതൽ സൈനികരെ ഇന്ത്യ കാർഗിലിൽ എത്തിച്ചു. ഈ സമയത്ത് പാക് സൈനിക മേധാവി മുഷറഫ് ചൈനയിലേക്ക് പറന്നു. ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ചൈനീസ് പിന്തുണ തേടിയായിരുന്നു ഈ യാത്ര. എന്നാൽ ഇത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ല. എന്നാൽ പാക് സൈനിക മേധാവിയുടെ സംഭാഷണം ചോർത്തിയ ഇന്ത്യൻ സൈന്യം കാർഗിലിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കാൻ അത് പുറത്തുവിട്ടു. എല്ലാത്തിനും കാരണം പാകിസ്ഥാനാണെന്ന് ഇന്ത്യ സ്ഥാപിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കൊപ്പം നിലകൊണ്ടു. സഖ്യകക്ഷിയായിരുന്നിട്ടും കാർഗിലിൽ നിന്ന് പിന്മാറാൻ ചൈന ഉപദേശിച്ചു. ഇന്ത്യ നടത്തിയ സമാധാന ശ്രമങ്ങളെ പാകിസ്ഥാൻ ഇല്ലാതെയാക്കിയെന്ന് അമേരിക്കയും നിലപാടെടുത്തു. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G8 ഇന്ത്യയെ പിന്തുണച്ചു. ഇതോടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു. ഇതേസമയം ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ തുറമുഖങ്ങളെ ഉപരോധിച്ചു. ഇതോടെ ലോകം 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധം നടക്കുമെന്ന് ഭയപ്പെട്ടു. സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന് 6 ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനം മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 2 മാസത്തെ പോരാട്ടമായപ്പോഴേക്കും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഭൂരിഭാഗം കേന്ദ്രങ്ങളും തിരിച്ചുപിടിക്കാനായി. ഔദ്യോഗിക കണക്ക് പ്രകാരം അപ്പോഴേക്കും നുഴഞ്ഞു കയറപ്പെട്ട പ്രദേശത്തിന്റെ 80% ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഇന്ത്യക്ക് വിജയം സുനിശ്ചിതമായപ്പോഴേക്കും ആണവാക്രമണം നടത്താൻ അന്നത്തെ സൈനിക മേധാവിയായിരുന്ന മുഷറഫ് പദ്ധതിയിട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അമേരിക്ക പാകിസ്ഥാനെ പൂർണ്ണമായും കൈവിട്ടതോടെ കാർഗിലിൽ നിന്ന് പിന്മാറാൻ അവർ നിർബന്ധിതരായി. പോരാട്ടത്തിൽ പാകിസ്ഥാനൊപ്പം ചേർന്ന ഭീകരവാദികൾ പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ സൈനിക നീക്കത്തിലൂടെ അവരെ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തേക്ക് തുരത്തി. 1999 ജൂലൈ 26 കാർഗിലിലെ എല്ലാ കേന്ദ്രങ്ങളും തിരികെ പിടിച്ച ഇന്ത്യ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചു. യുദ്ധത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. പ്രതിരോധ ബജറ്റ് കുത്തനെ ഉയർത്തി. ഈ സന്ദർഭത്തിൽ പ്രതിരോധ ഇടപാട് കുംഭകോണം, ശവപ്പെട്ടി കുംഭകോണം, അങ്ങനെ ചില അപവാദങ്ങളും ഉയർന്നു വന്നു. നുഴഞ്ഞുകയറ്റം മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കാതെ പോയ റോ പോലുള്ള ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനകൾക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്നിരുന്നു. യുദ്ധവിജയം അന്നത്തെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കി കൊടുത്തു.